മൈ ഡിയർ മക്കളെ, വെൽക്കം ടു ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. അറിയാലോ, അർജുൻ സാറാണ്. മക്കളെ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഒരു നല്ല പോയമാണ്. ഹലോ, ഐ ആം എ വീൽ ചെയർ. ഹലോ, ഞാനൊരു വീൽ ചെയറാണ്. ആരാണ് എഴുതിയിരിക്കുന്നത്? സാറ ഇസ്മായിൽ. സാറ ഇസ്മായിൽ എന്ന കവയത്രി എഴുതിയിട്ടുള്ള, പോയറ്റ് എഴുതിയിട്ടുള്ള വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള, മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, വീൽ ചെയർ എന്നാണ് പറയുന്നത്. അപ്പം വീൽ ചെയറുമായി ബന്ധപ്പെട്ട ഒരു പോയമായിരിക്കും ഇത്. എന്താ വീൽ ചെയർ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, നമ്മൾ ആളുകളെ ഇങ്ങനെ ഇരുന്ന് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് വീൽ ചെയർ. സോ അത് ബേസ് ചെയ്തുകൊണ്ട്, അത് തീമാക്കിക്കൊണ്ടാണ് സാറ ഇസ്മായിൽ ഈ പോയം തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനും പോയറ്റിക് ഡിവൈസും ഒക്കെ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. ഈ ഒരു ലൈവ് ക്ലാസ്സിൽ സാറ് പറയുന്നുണ്ട്. മക്കളെല്ലാവരും അത് നന്നായിട്ട് കേൾക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ ഇരുന്ന് കാണുക. വരാൻ പോണ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നമുക്ക് ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ, ആരാ സാറ ഇസ്മായിൽ? വാസ് എ ഡിഫറൻഷ്യലി ഏബിൾഡ് പോയിറ്റ്. ഭിന്നശേഷിക്കാരിയായിട്ടുള്ള ഒരു കവയത്രിയാണ്, ജേർണലിസ്റ്റ്, പത്രപ്രവർത്തകയാണ്, ആൻഡ് ബ്ലോഗർ, ബ്ലോഗ് എഴുതുന്ന ആളാണ്. ലിവിങ് ഇൻ ദ യു കെയിലാണ് താമസം. ഷീ റൺസ് സെയിം ഡിഫറൻസ് എന്ന് പറയുന്ന ഡിസേബിലിറ്റി ഇഷ്യൂസ് വെബ്സൈറ്റ് ഉണ്ട്. അത് നോക്കി നടത്തുന്നതും അതിന് മേൽനോട്ടം വഹിക്കുന്നതൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട സാറ ഇസ്മായിലാണ്. സാറ ഇസ്മായിൽ എഴുതിയിട്ടുള്ള നമ്മളെല്ലാവരും മനസ്സിൽ തട്ടുന്ന, നമ്മളെല്ലാവരും ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചെറിയ പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹലോ, ഐ ആം എ വീൽ ചെയർ. ഓക്കെ, ആദ്യം സാർ ഇത് വായിച്ചു തരാം. നോക്കിക്കോ. ഹലോ, ഐ ആം എ വീൽ ചെയർ ആൻഡ് മൈ നെയിം ഇസ് ബെക്കി. At least that's the name of the girl who steers me. As she wheels me down the street, she dreams of standing on her feet. The look on her face you don't see. You are too busy looking at me. She gives you a smile so true, but you don't see that, do you? The smile on her face you don't see. You are too busy looking at me. Hello, I am a wheelchair and I am steered by Becky, a girl who'd so much rather be climbing a tall tree. So when you meet my best friend, look closer and you will see, without her, where would I be? Parked in a garage, that's where, watching you climb a tree. When you see me and Becky, there is one thing you don't see. I couldn't move without her any more than she could move without me. വാവ്, നല്ല ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അല്ലേ, നമ്മളെല്ലാവരും ഒന്നും കൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രചോദിപ്പിക്കുന്ന ഒരു പോയം. ഇനി ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നമുക്ക് പഠിച്ചാലോ? വാ നോക്കാം. ഹലോ, ഐ ആം എ വീൽ ചെയർ തയ്യാറാക്കിയിരിക്കുന്നത് സാറ ഇസ്മായിൽ. എന്നിട്ട് തുടങ്ങുന്നതും എങ്ങനെയാണ് നോക്കിക്കോ. ഹലോ, ഐ ആം എ വീൽ ചെയർ. ഹലോ, ഞാനൊരു വീൽ ചെയർ ആണേ. ആൻഡ് മൈ നെയിം ഇസ് ബെക്കി. എൻ്റെ പേര് ബെക്കി എന്നാണ്. അറ്റ് ലീസ്റ്റ്, കുറഞ്ഞ പക്ഷം, ദാറ്റ് ഇസ് ദ നെയിം ഓഫ് ദ ഗേൾ ഹു സ്റ്റീർസ് മീ. എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ ഗതി നിയന്ത്രിക്കുന്ന കുട്ടിയുടെ പേരാണ്, പെൺകുട്ടിയുടെ പേരാണ് ബെക്കി എന്നുള്ളത്. മനസ്സിലായോ? ഹലോ, ഐ ആം എ വീൽ ചെയർ. ഞാനൊരു വീൽ ചെയർ ആണെന്ന് പറയാം. വീൽ ചെയർ എന്നിട്ട് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. നോക്കി, ഈ വീൽ ചെയർ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? വീൽ ചെയർ മനുഷ്യനൊന്നുമല്ലല്ലോ, സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷെ മനുഷ്യനല്ലാത്ത ഒരു സാധനത്തിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് നൽകുന്നതിന് നമ്മൾ പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെർസോണിഫിക്കേഷനാണ്. മനുഷ്യനല്ലാത്ത ഒരു വീൽ ചെയറിന് മനുഷ്യൻ്റെ ക്വാളിറ്റീസ് നൽകിക്കൊണ്ട് അത് സംസാരിക്കുന്ന രീതിയിലാണ് നമുക്ക് കാണിച്ചു തരുന്നത്. സോ ഇറ്റ് ഈസ് പെർസോണിഫിക്കേഷൻ. എന്നിട്ട് പറയുന്നത് എൻ്റെ പേര് ബെക്കി. At least that is the name of the girl who steers me. എൻ്റെ ഗതി നിയന്ത്രിക്കുന്ന. നിങ്ങൾ സ്റ്റിയറിംഗ് കേട്ടിട്ടില്ലേ? വണ്ടിയുടെയൊക്കെ സ്റ്റിയറിംഗ് അല്ലേ, ഇടത്തോട്ടോ വലത്തോട്ടോ പോകണമെങ്കിൽ നമ്മൾ അത് പിടിച്ച് കറക്കും, എന്നിട്ടാണ് ആ വണ്ടിയുടെ ഗതി നമ്മൾ നിയന്ത്രിക്കുന്നത്. കുറഞ്ഞ പക്ഷം എൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്, അതായത് ഈ വീൽ ചെയർ ഓടിച്ചിട്ട് ഈ വീൽ ചെയർ എങ്ങോട്ട് പോകണം, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, അതിനെ സ്റ്റിയർ ചെയ്യുന്ന ആളുടെ പേരാണ് കുറഞ്ഞ പക്ഷമെങ്കിലും ബെക്കി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓടിക്കുന്ന ആളുടെ പേര് തന്നെയാണ് ബെക്കി. As she wheels me down the street, തെരുവുകളിലൂടെ എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത്, എന്നെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്ന സമയത്ത്, ഷി ഡ്രീംസ് ഓഫ് സ്റ്റാൻഡിങ് ഓൺ ഹെർ ഫീറ്റ്. അവളുടെ കാലിൽ നിൽക്കുന്നത്, അവളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നത് സ്വപ്നം കാണാറുണ്ട്. നടക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ വലിയ ആഗ്രഹമായിരിക്കും അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുക, ഒന്ന് ചലിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ പെൺകുട്ടി കാണുന്ന ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് എന്താണ്? സ്വന്തം കാലിൽ നിൽക്കുക. രണ്ടർത്ഥത്തിലും എടുക്കുക അല്ലേ. ഒന്നെന്താണ്? സ്വന്തം കാലിൽ എഴുന്നേറ്റ് നിന്ന് നടക്കുക, ചലിക്കുക എന്നുള്ളത്. മറ്റേതെന്താണ്? ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാര്യങ്ങൾ തന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ താൻ തന്നെ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ. സോ എന്താണ്? അവളുടെ സ്വപ്നങ്ങൾ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ, ആസ് ഷി വീൽസ് മീ ഡൗൺ ദ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ അല്ലേ, തെരുവുകളിലൂടെ ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോവുക.
നിങ്ങൾക്ക് അവിടെ തെരുവ് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ ഒരു ബെക്കി എന്ന് പറയുന്ന പെൺകുട്ടി ഒരു വീൽ ചെയറിൽ തെരുവിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലേ? അതെന്താണ്? ഇമേജറിയാണ്. ഇവിടെ ആ ചിത്രങ്ങളൊന്നും തന്നിട്ടില്ല, പക്ഷേ വാക്കുകളിലൂടെ നമുക്ക് ഓരോ ചിത്രങ്ങൾ കാണിച്ചു തരുന്നില്ലേ? ആ പോയറ്റിക് ഡിവൈസിനെയാണ് ഇമേജറി എന്ന് പറയുന്നത്. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പോയറ്റിക് ഡിവൈസ് ഓർക്കുക, ദാറ്റ് ഈസ് ഇമേജറി. എന്നിട്ടോ ദ ലുക്ക് ഓൺ ഹെർ ഫേസ് യു ഡോണ്ട് സീ. അവളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ല, അവളുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ് അല്ലേ? എന്ന് ആലോചിച്ച് നോക്കുക. ഒരാൾ വീൽ ചെയറിൽ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അയാളുടെ മുഖത്തേക്കായിരിക്കില്ല നോക്കുക, നമ്മൾ അയാളുടെ വീൽ ചെയറിലേക്കായിരിക്കും നോക്കുക. അയാളുടെ മുഖത്ത് വരുന്ന സന്തോഷമോ, അയാൾ നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടോ, നമ്മൾ നോക്കി കരയുന്നുണ്ടോ, പരിഹസിക്കുന്നുണ്ടോ എന്നൊന്നും നമ്മൾ നോക്കില്ല. നമ്മൾ ആദ്യം നോക്കുക എന്താണ്? ആ വീൽ ചെയറാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണ പോലെ നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാളുടെ മുഖത്ത് നോക്കും. പക്ഷേ ഒരാൾ വീൽ ചെയറിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തോ ഒരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ട് നമ്മൾ അയാളുടെ മുഖത്തേക്കല്ല നോക്കുക, നമ്മൾ നേരെ വീൽ ചെയറിലേക്കാണ് നോക്കുക. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, ലുക്ക് ഓൺ ഹെർ ഫേസ് യു ഡോണ്ട് സീ. അവളുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കുന്നില്ല, അവളുടെ മുഖഭാവങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ്, ഈ വീൽ ചെയറിനെ നോക്കുന്ന തിരക്കിലാണെന്നാണ് പറയുന്നത്. പിന്നെയോ ഷീ ഗിവ്സ് യു എ സ്മൈൽ സോ ട്രൂ. വളരെ സത്യസന്ധമായിട്ടുള്ളൊരു ചിരി അവൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, തരുന്നുണ്ട് അല്ലേ? എന്താ സത്യസന്ധമായ ചിരി എന്ന് പറയുന്നത്? അതെ, ഉള്ളിൽ നിന്ന് മനസ്സറിഞ്ഞ് ചിരിക്കുകയാണ്. നമുക്ക് പല രീതിയിൽ ചിരിക്കാം അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ പരിഹസിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് ചിരിക്കും, അല്ലെങ്കിൽ അട്ടഹസിച്ച് ചിരിക്കും, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് എന്നൊക്കെ നമ്മൾ ചിരിക്കാറുണ്ട്. അതൊക്കെ പലതരം കള്ളച്ചിരികളാണ്. പക്ഷേ സത്യസന്ധമായ ചിരി എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് വരുന്ന ചിരികളുണ്ട്. അതാ പറയുന്നത്, ഷീ ഗിവ്സ് യു എ സ്മൈൽ സോ ട്രൂ. വളരെ സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു ചിരി അവൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. യു ഡോണ്ട് സീ, ബട്ട് യു ഡോണ്ട് സീ ദാറ്റ് ഡു യു. പക്ഷേ നിങ്ങളത് കാണുന്നില്ല. കാണുന്നുണ്ടോ? ഒരു ചോദ്യമാണ്. ആ സത്യസന്ധമായ ചിരി നിങ്ങൾ ആരും കാണുന്നില്ല, നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ടോ ദ സ്മൈൽ ഓൺ ഹെർ ഫേസ് യു ഡോണ്ട് സീ. അവളുടെ മുഖത്ത് വരുന്ന പുഞ്ചിരി നിങ്ങൾ ആരും കാണുന്നില്ല. അവളുടെ മുഖത്ത് നല്ലൊരു ചിരിയുണ്ട്, ബെക്കിയുടെ മുഖത്ത് നല്ലൊരു ചിരിയുണ്ട്, പക്ഷേ നിങ്ങൾ ആരും അത് കാണുന്നില്ല. യു ആർ ടു ബിസി ലുക്കിംഗ് അറ്റ് മീ. നിങ്ങളെല്ലാവരും എന്നെ നോക്കുന്ന തിരക്കിലാണ്. ഈ വീൽ ചെയറിലേക്കാണ് നിങ്ങളെല്ലാവരും നോക്കുന്നത്. അവളുടെ മുഖത്ത് വരുന്ന ചിരി അല്ലേ? നമ്മളിപ്പോൾ ഒരാളെ കണ്ടാൽ നമ്മൾ ചിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പം നല്ല ചിരിയാണെങ്കിൽ നമ്മളൊന്ന് പ്ലസൻ്റ് ആവും അല്ലേ? പക്ഷേ വീൽ ചെയർ ഉന്തി വരുന്ന ആൾ നന്നായിട്ട് ചിരിക്കുന്നുണ്ടാവും, പക്ഷേ നമ്മൾ അയാളുടെ മുഖത്തെ ചിരിക്കായിരിക്കില്ല പ്രാധാന്യം നൽകുക, നമ്മൾ ആ വീൽ ചെയറിനാണ് നോക്കുക. അത് നമ്മുടെ ഒരു രീതി അങ്ങനെ ആയിപ്പോയി. അതൊക്കെ ഒന്ന് മാറ്റണം. അതാണ് ഈ പോയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഹലോ ഐ ആം എ വീൽ ചെയർ. വീണ്ടും ഹലോ, ഞാനൊരു വീൽ ചെയറാണ്. ആൻഡ് ഐ ആം സ്റ്റീഡ് ബൈ ബെക്കി. എന്നെ നിയന്ത്രിക്കുന്നത് ബെക്കിയാണ്. എൻ്റെ ഗതി നിയന്ത്രിക്കുന്നത്, അതായത് എന്നെ ഓടിച്ചുകൊണ്ട് പോകുന്നത് ബെക്കിയാണ്. എ ഗേൾ who would so much rather be climbing a tall tree. നല്ല പൊക്കമുള്ള ഒരു മരം കയറുന്നത് സ്വപ്നം കാണുന്ന പെൺകുട്ടിയാണ് നമ്മുടെ ബെക്കി എന്ന് പറയുന്നത്. അവൾക്ക് ഏറ്റവും ഇഷ്ടം മരങ്ങളിൽ കയറുക എന്നുള്ളതാണ് അവളുടെ സ്വപ്നങ്ങളിൽ ഒരെണ്ണം. സോ വെൻ യു മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആരാ ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത്? ബെക്കീനെ ആയിരിക്കും അല്ലേ? ബെക്കിയാണല്ലോ ഇവൾ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ബെക്കിയും ഈ വീൽ ചെയറും തമ്മിൽ എപ്പോഴും ഒരു ആത്മബന്ധമുണ്ട്, നല്ലൊരു കണക്ഷൻ ഉണ്ട്, ഒരു വൈബ് സെറ്റായിട്ടുണ്ട് അവരുടെ. അതുകൊണ്ട് എന്താ പറയുന്നത്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബെക്കി എന്ന് വീൽ ചെയർ സംസാരിച്ചിട്ട് പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബെക്കിയാണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ ബെക്കിയെ കാണുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്ത കൂട്ടുകാരിയെ കാണുമ്പോൾ ലുക്ക് ക്ലോസർ, വളരെ ശ്രദ്ധിച്ചു നോക്കൂ. ആൻഡ് യു വിൽ സീ, അപ്പോൾ നിങ്ങൾ കാണും. വിത്തൗട്ട് ഹെർ, അവളില്ലായിരുന്നുവെങ്കിൽ വേർ വുഡ് ഐ ബി, ഞാൻ എവിടെയായേനെ? ബെക്കി ഉപയോഗിക്കുന്നതുകൊണ്ടല്ലേ വീൽ ചെയർ നമ്മളൊക്കെ കാണുന്നത് അല്ലേ? ബെക്കി അതിനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഈ വീൽ ചെയർ എവിടെയായിരിക്കും ഉണ്ടാവുക? പാർക്ക്ഡ് ഇൻ എ ഗാരേജ്, ഒരു വാഹനങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലത്തുണ്ടാവും. നിങ്ങൾ കുറേ വാഹനമൊക്കെ ഉള്ള ആക്രി കടയിലേക്ക് ചെന്നാൽ എന്താ കാണുക? കുറേ വണ്ടി ഇങ്ങനെ അട്ടിക്ക് കൂട്ടിയിട്ടുണ്ടാവും. അപ്പം ബെക്കി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയായിരുന്നു? അത്തരത്തിലൊരു ഗ്യാരേജിലായിരുന്നേ. ദാറ്റ്സ് വേർ, അവിടെ വാച്ചിങ് യു ക്ലൈംബ് എ ട്രീ, നിങ്ങളെല്ലാവരും മരങ്ങൾ കയറുന്നത് ഞാനിങ്ങനെ കണ്ടേനെ അല്ലേ? എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നെ ഓടിച്ചുകൊണ്ട് നടക്കാൻ ആരുമില്ല. ബെക്കിക്ക് ഇനി മരം കയറാം. അപ്പം ഞാൻ എന്ത് ചെയ്യാം? ഞാനൊരു മൂലയ്ക്ക് നിന്നിട്ട് ഇങ്ങനെ നോക്കും നിങ്ങളൊക്കെ മരം കയറുന്നത്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ നോക്കുമ്പം എന്നെ നല്ലോണം ശ്രദ്ധിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കുക, എന്താണ്, ബെക്കി ഇല്ലെങ്കിൽ ഞാനില്ല. സോ വെൻ യു സീ മീ ആൻഡ് ബെക്കി, അടുത്ത തവണ നിങ്ങൾ എന്നെയും ബെക്കിയും കാണുന്ന സമയത്ത് ദർ ഇസ് വൺ തിങ് യു ഡോണ്ട് സീ, നിങ്ങൾ കാണാത്തൊരു കാര്യമുണ്ട്. എന്താണ്? ഐ കുഡൻറ്റ് മൂവ് വിത്തൗട്ട് ഹെർ, അവളില്ലാതെ എനിക്ക് ചലിക്കാൻ പറ്റില്ല. വീൽ ചെയറിന് ഒറ്റയ്ക്ക് ഓടിച്ച് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? ആരെങ്കിലും അത് മേലെ കയറി ഇരുന്നിട്ട് വേണം ഇങ്ങനെ നിയന്ത്രിക്കാൻ. അപ്പോൾ എന്താ പറയുന്നത്? ഐ കുഡൻറ്റ് മൂവ് വിത്തൗട്ട് ഹെർ
എനി മോർ ദാൻ ഷീ കുഡ് മൂവ് വിത്തൗട്ട് മീ. ഞാനില്ലാതെ അവൾക്ക് എത്രത്തോളം പോകാൻ പറ്റാത്ത അവസ്ഥയുണ്ടോ അത്ര തന്നെ എനിക്കെന്താണ് അവളില്ലാതെ ചലിക്കാൻ പറ്റുന്നില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്. ബെക്കി ഇല്ലാതെ വീൽ ചെയറിന് സഞ്ചരിക്കാൻ പറ്റില്ല, ബെക്കിക്ക് വീൽ ചെയർ ഇല്ലാതെയും സഞ്ചരിക്കാൻ പറ്റില്ല. കൺഫ്യൂഷനായോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. വീൽ ചെയർ ഇല്ലാതെ ബെക്കിക്ക് എവിടെയും പോകാൻ പറ്റില്ല, ബെക്കി ഇല്ലാതെ വീൽ ചെയറിനും എവിടെയും പോകാൻ പറ്റില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ്, അവർ തമ്മിലുള്ള ഒരു ആത്മബന്ധമാണ്. ഓക്കെ, അതും പറഞ്ഞു വെച്ചിട്ടാണ് നമുക്ക് ഈ പോയം ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് സമരമൊക്കെ മക്കൾക്ക് കിട്ടുന്നതായിരിക്കും. മക്കൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ ഒന്ന് തയ്യാറെടുക്കുക. നിങ്ങൾ അപ്രീസിയേഷൻ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്രീസിയേഷൻ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് ഒന്ന് എഴുതി പഠിക്കുക. പിന്നെ ഇത് റിലേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്പീച്ച് ഉണ്ടാകും, പിന്നെ നോട്ടീസ് ഉണ്ടാകും. ഇതൊക്കെ മക്കൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് വെക്കുക. എന്നാൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ പറ്റും. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്ററൊക്കെ ഒന്നുകൂടെ വായിക്കുക, ഇതിൻ്റെ തീം നന്നായിട്ട് മനസ്സിലാക്കുക, ഇതിൻ്റെ വാക്കുകളും മീനിങ്ങും മനസ്സിലാക്കുക, പോയറ്റിക് ഡിവൈസ് മനസ്സിലാക്കുക, വരാൻ ചാൻസസ് ഉള്ള ക്യാരക്ടർ സ്കെച്ച്, നോട്ടീസ്, ഡയറി തുടങ്ങിയ എല്ലാ സ്പീച്ച് അടക്കമുള്ള കാര്യങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ധൈര്യമായിട്ട് നമുക്കിരിക്കാം. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് മുഴുവൻ മാർക്കും തന്നെ വാങ്ങിയെടുക്കാം. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിരുന്നു മക്കൾക്ക് ക്ലാസ് ഇഷ്ടമായിരുന്നു സാർ ഒരുപാട് വിശ്വസിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ഈ ചാനലിൽ വരുന്നതായിരിക്കും. അതിനെല്ലാം വേണ്ടി മക്കൾ കാത്തിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, തൽക്കാലം നമുക്കിടയിൽ ഒരു താൽക്കാലിക വിരാമം. ബൈ.